2 years വരെ മസ്റ്റായിട്ടും കുട്ടിക്ക് പാല് കൊടുത്തിരിക്കണം. എത്രമാത്രം പ്രധാനമാണ് ശരിക്കും പ്രസവരക്ഷ? ഡെലിവറി ഈസ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്. നമ്മൾ എത്രയൊക്കെ നമ്മൾ പേഷ്യൻറ്റിനോട് പെയിൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മളാരെയും ഫോഴ്സ് ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസവരക്ഷ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ നമുക്ക് തുറന്ന് പറയാൻ ആരെങ്കിലും, എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മളെ നമുക്ക് എന്ത് തുറന്ന് പറയാനും ഒരാളുണ്ടെങ്കിൽ തന്നെ അവിടെ തന്നെ പകുതി പ്രശ്നം തീരും. കുട്ടികളോട് തന്നെ ഇഷ്ടമില്ലാതാവുന്നൊരു ഇത് ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നു. അത് അവരുടെ കുഴപ്പമായിരിക്കില്ല, ചിലപ്പോൾ അവരോട് എന്തെങ്കിലും പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടും ആവാം. ആദ്യത്തെ 3 മാസത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു അബോർഷനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞ് സേഫ് ആണോ ശരിക്കും? തൈറോയിഡാണ് നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ തന്നെ അമ്മയുടെ TSH 2.5 അല്ലെങ്കിൽ കുഞ്ഞിന് മെൻ്റൽ റിട്ടാർഡേഷൻ വരാം. എപ്പോഴും വെദർ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്ണർ, ദ മോർ യങ്ങർ ദേ ആർ ബെറ്റർ. കോപ്പർട്ടി കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് കേട്ടിട്ട്, പക്ഷെ അവർ ഈ കോപ്പർട്ടി ഇടുമ്പോൾ പറയും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് കോപ്പർട്ടി ഇട്ടിട്ട് ഭർത്താവിന് തലവേദനയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു മുടന്ത ന്യായം കോപ്പർട്ടിയുടെ തലയിലെടുത്ത് വെക്കാറുണ്ട്. ഈ നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരു ലേഡിയും അതേമാതിരി തന്നെ സിസേറിയൻ കഴിഞ്ഞ ഒരു ലേഡിയും എത്ര നാൾ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് എടുക്കണം? ഡെലിവറി കഴിഞ്ഞ് യൂട്രസ് തന്നെ നോർമൽ അവസ്ഥയിൽ എത്തുന്നത് 6 ആഴ്ച കഴിഞ്ഞിട്ടാണ്. യൂട്രസ് ഇൻവല്യൂട്ട് ചെയ്ത് ചുരുങ്ങി നോർമൽ അവസ്ഥയിൽ എത്തുന്നത്. ഇപ്പം നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരാളാണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 2 months എങ്കിലും കഴിഞ്ഞിട്ടേ വെയിറ്റ് എടുക്കുന്നതൊക്കെ ട്രൈ ചെയ്യാവുള്ളൂ. ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ നമുക്ക് പ്രസവരക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബേസിക്കലി ഒരു റിലാക്സേഷനാണ്. ബേസിക്കലി ആ ഒരു ട്രോമയെ കൂടെ കടന്നു വന്നു കഴിഞ്ഞ് ഇച്ചിരി കുഴമ്പ് തേച്ച് കുളിക്കുക, വേത് കുളിക്കുക, അതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു ട്രഡീഷനാണ്. സോ ഐ ഫീൽ യു ഷുഡ്. ഇപ്പം എന്നോട് ചോദിക്കാറുണ്ട്, പക്ഷേ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, മുറിവിൽ ഇപ്പോൾ സിസേറിയൻ ചെയ്ത ഒരാളാണെങ്കിൽ മുറിവ് നന്നായിട്ട് ചേർന്ന ശേഷം മാത്രമേ കുഴമ്പൊക്കെ തേക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പഴുക്കും. നമ്മുടെ സ്കിന്നാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ. അപ്പോൾ ആ സ്കിന്ന് ചേർന്ന ശേഷം നമുക്ക് കുഴമ്പ് തേക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ഒരു 3 months നമ്മുടെ ഫുൾ ലൈഫ് ടൈമിലത്തേക്കുള്ള ഒരു റെജുനുവേഷൻ പീരീഡാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ യൂട്രസ് പയ്യെ താഴോട്ട് ഇടിയാം, ചുമയ്ക്കുമ്പോൾ മൂത്രം പോവാം, യൂറിനറി ബ്ലാഡർ താഴോട്ട് ഇറങ്ങാം. അപ്പോൾ നമുക്ക് ബോഡി വൈസ് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ അടുക്കള കയറി എന്തെങ്കിലും ഒന്ന് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് തീർന്നു അന്നത്തോടുകൂടി. ബിക്കോസ് ഇത്രയും ചെയ്യാമെങ്കിൽ ബാക്കി കൂടെ ചെയ്യാം. അപ്പോഴത്തേക്കും ബാക്കി ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഒക്കെ അങ്ങ് മാറും. പിന്നെ ദേ എക്സ്പെക്ട് യു ടു ഡു ഇറ്റ്. അപ്പം ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറ്, അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 months നിങ്ങൾ കെയർ എടുക്കുക. ഈ റെസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോഴത്തേക്കല്ല, നിങ്ങൾക്ക് ഇപ്പോഴത്തെ എല്ലാവരും IT-ലൊക്കെയാണ്, കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യേണ്ടവരാണ്. അപ്പോൾ നടുവിനൊക്കെ വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. ഒരു 2 to 3 months നമ്മൾ ഇത്രയും ഒരു ട്രോമയെ കൂടെ കടന്നു പോയതല്ലേ, ഒരു 3 months നമ്മുടെ ലൈഫിൽ ഒരു റെസ്റ്റ് വേണ്ടിയതാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ലീവ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഫീഡിങ് എന്ന് പറയുന്നത് പണ്ടത്തതിനേക്കാൾ വളരെ കുറവാണല്ലോ ഇപ്പോഴത്തെ ഒരു കാലത്ത്. ശരിക്കും പറഞ്ഞാൽ എത്ര വയസ്സ് വരെ ഒരു കുഞ്ഞിന് ഫീഡിങ് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് 6 months ബേബി ഉണ്ടായ, ഞങ്ങളൊക്കെ ഇപ്പോൾ ബേബി ഫ്രണ്ട്ലി ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ടായ ആ ഫസ്റ്റ് അവറിൽ തന്നെ നമ്മൾ പാല് കൊടുക്കും. ആ പാല് കൊടുക്കുന്നത് ഫസ്റ്റ് 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. ബ്രസ്റ്റ് ഫീഡ് അല്ലാതെ വേറെ ഒന്നും കൊടുക്കരുതെന്നാണ് നമ്മൾ സ്ട്രിക്റ്റായിട്ട് പറയാറുണ്ട്. പിന്നെ പാലില്ലാത്ത അമ്മമാരാണെങ്കിൽ നമ്മളത് പാല് കൂടാനുള്ള മരുന്നുകളും ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ 2 years വരെ മസ്റ്റായിട്ടും കുട്ടിക്ക് പാല് കൊടുത്തിരിക്കണം. ഈ പാലെന്ന് പറയുന്ന പാല് മാത്രമല്ല, ആ കുഞ്ഞിന് വേണ്ട ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയൊക്കെയാണ്. ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് വരുന്ന കൊളസ്ട്രോത്തിനകത്ത് ആൻറ്റിബോഡീസ്, ഇമ്മ്യൂണോഗ്ലോബുലിനൊക്കെ ഉണ്ട്. ലൈഫ് ലോങ് ആ കുഞ്ഞിന് വേണ്ട പ്രതിരോധ ശക്തി അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ബ്രസ്റ്റ് ഫീഡിങ് ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും പല അഭിപ്രായമാണ്. പക്ഷേ ഞങ്ങൾ പേഷ്യൻസ് വരുമ്പോൾ തന്നെ ആദ്യം പ്രഗ്നൻ്റ് ആകുമ്പോൾ മുതലേ നമ്മളതിന് കൗൺസിലിംഗ് കൊടുത്തു തുടങ്ങും. അതിൻ്റെ ഇമ്പോർട്ടൻസും കുട്ടിക്ക് വേണ്ട ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടുതലും മനസ്സിലാക്കിയിട്ട് ദേ ആർ ഫീഡിങ് ദ ബേബി. മോസ്റ്റ്ലി ദേ ആർ ഫീഡിങ് അറ്റ്ലീസ്റ്റ് 2 years വരെയെങ്കിലും അവർ ഫീഡ് ചെയ്യുന്നുണ്ട്, മോസ്റ്റ് ഓഫ് മൈ പേഷ്യൻസ്. അതുപോലെ തന്നെ ഈ കുഞ്ഞുണ്ടായി കഴിയുന്ന ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം ഒരു കുഞ്ഞിനൊരു മഞ്ഞ കളർ ഉണ്ടാവുന്നു.
അതിനെ നമ്മൾ NICU 2-3 ദിവസം കിടത്തുന്നു. അതെന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ? ചില കുട്ടികൾക്ക് ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറഞ്ഞു വരും. അതങ്ങനെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ എന്നാലും ജോണ്ടിസ് കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ബേബിക്ക് കേർണിക്ടെറസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബിലിറുബിൻ കൂടിയിട്ട് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്ത് ആ കുട്ടിക്ക് ഫിറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഫോട്ടോതെറാപ്പി കൊടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് കിടത്തും, നമ്മുടെ ലൈറ്റുള്ളതിനകത്ത് കിടത്തിയിട്ട് ഫോട്ടോതെറാപ്പി ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ബിലിറുബിൻ പയ്യെ കുറയും. പിന്നെ അതുപോലെ ഇളം വെയിൽ കാണിക്കാൻ പറയും, നമ്മൾ വലിയ ചൂടില്ലാത്ത രാവിലത്തെ ഇളം വെയിൽ കാണിക്കാൻ പറയും. പിന്നെ ഇടയ്ക്ക് ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കും. ബിലിറുബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പാല് കൊടുത്തുകൊണ്ടിരിക്കുക, ബ്രസ്റ്റ് ഫീഡിങ് നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പയ്യെ പയ്യെ ക്ലിയർ ചെയ്ത് പോകും. അത് ക്ലിയർ ചെയ്യാതെ കൂടുതലായി കഴിഞ്ഞാൽ അത് ബ്രെയിനിനെ ബാധിക്കും. കേർണിക്ടെറസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫിറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും കുട്ടിക്ക്. ഈ പ്രസവരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഇന്ന് പലപ്പോഴും ഈ പലർക്കും അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എത്രമാത്രം പ്രധാനമാണ് ശരിക്കും പ്രസവരക്ഷ? പ്രസവരക്ഷ എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞത്, നമുക്ക് ആ ഒരു ട്രോമ, ഇപ്പം ഡെലിവറി ഈസ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്. നമ്മൾ എത്രയൊക്കെ നമ്മൾ പേഷ്യൻറ്റിനോട് പെയിൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്. നല്ല വേദനയുള്ള ഒരു പ്രൊസീജിയർ. അത് കഴിഞ്ഞ് നമ്മുടെ ബോഡി ടയേർഡാണ്, അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു റിലാക്സേഷനാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. നല്ല ചൂടുവെള്ളത്തിൽ വേത് കുളിക്കുക, അത് നമ്മുടെ നാടിൻ്റെ ഒരു ട്രഡീഷനാണ്. അത് എത്ര പറഞ്ഞാലും ഞാൻ പറയുന്നത് ഐ ഓൾവേസ് സപ്പോർട്ട് ഇറ്റ്. ബിക്കോസ് അത് അപ് ടു ദ പേഷ്യൻ്റ്. ഇപ്പോൾ നമ്മളാരെയും ഫോഴ്സ് ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസവരക്ഷ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഒന്നിനും എതിരല്ല. ബട്ട് ഓൺലി തിങ് സിസേറിയൻ ചെയ്തവർക്ക് നമ്മൾ കുഴമ്പ് തേക്കാറില്ല. എന്ന് പറഞ്ഞാൽ സിസേറിയൻ ഒരു നല്ലതായിട്ട് വൂണ്ട് ഹീൽ ചെയ്യാതെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു പേഷ്യൻറ്റ് വന്നത് വേത് കുളിച്ചിട്ട്, എനിക്ക് നോർമലി ഇൻഫെക്ഷൻസ് വരാറേ ഇല്ല, സിസേറിയനല്ല എന്ത് ചെയ്താലും ഇൻഫെക്ഷൻ വരാറില്ല. അപ്പോൾ നോക്കുമ്പോൾ ഒരു കുരുമുളകിൻ്റെ തണ്ട് മുറിവിൻ്റെ ഉള്ളിൽ നിൽക്കുക. അപ്പോൾ അവിടെ ഈ വേത് കുളിപ്പിക്കാൻ വരുന്ന ചേച്ചിമാർ, അവർക്ക് ഈ പ്രസവരക്ഷയ്ക്കാണ് കൂടുതൽ സാലറി കിട്ടുന്നത്. പണ്ട് കൺസ്ട്രക്ഷൻ വർക്കിന് പോയ ആൾക്കാരായിരിക്കും ഇപ്പോൾ പ്രസവരക്ഷയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ആദ്യം എൻ്റെ മോനെയും മോളെയൊക്കെ നോക്കാൻ വരുന്ന ചേച്ചിമാരുടെ കയ്യാണ് ഞാൻ ആദ്യം തൊട്ട് നോക്കും, അരം പോലെ ഉണ്ടാവും. അപ്പം ഞാൻ പിള്ളേരെ കുളിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കും, എങ്ങനെ നിങ്ങൾ, ചിലർക്കൊക്കെ പല രീതികളാണ് ഇതിനൊക്കെ. അപ്പോൾ ഈ വേത് കുളിപ്പിക്കുന്നതിൻ്റെ ഇതിട്ട് ഈ ആ ഇലയെല്ലാം കൂടെ എടുത്ത് ആ മുറിവിലോട്ട് ഇങ്ങനെ തടവി കഴിഞ്ഞപ്പോൾ ഇത് അതിനകത്ത് കയറിപ്പോയി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അണ്ടർ സൂപ്പർവിഷൻ. ഇപ്പോൾ ഈ ഞങ്ങളെപ്പോലെ തന്നെ ആയുർവേദ ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവരുടെ ഗൈഡൻസിൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് മച്ച് മോർ ബെറ്റർ. നമ്മൾ വെളിയിൽ നിന്ന് വരുന്ന ചേച്ചിമാരെ ഏൽപ്പിക്കാതെ അണ്ടർ ആയുർവേദ ഡോക്ടേഴ്സ് ഗൈഡൻസ് വെൻ യു ഡു ഇറ്റ് ഇസ് വളരെ സേഫാണ്. അപ്പോൾ ആദ്യത്തെ കുട്ടി ഉണ്ടായിട്ട് രണ്ടാമത്തെ കുട്ടി ഉണ്ടാവാനുള്ള കുട്ടികൾ തമ്മിലുള്ള ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് എത്ര വയസ്സ്? ഒരു 2 to 3 years എങ്കിലും ഒരു ഗ്യാപ്പ് കൊടുക്കണം. ഒരു 3 years എങ്കിലും. എന്താണെന്ന് വെച്ചാൽ ഈ 2 years കൊച്ച് തീരെ ഒരു അമ്മയായിട്ട് എപ്പോഴും ക്ലിങ് ചെയ്തിരിക്കുന്ന സമയത്ത്, അപ്പോൾ വേറൊരാൾ വരുമ്പോഴത്തേക്കും പുള്ളിയുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകില്ലേ. ഒരു 3 years എങ്കിലും ആകുമ്പോൾ, 3 years ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു മെച്യൂരിറ്റി ആയി. ഞാൻ സാധാരണ മൂത്ത കുട്ടികൾ ഉള്ള സമയത്ത് ഞാൻ വാവയെ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, മോളുടെ വാവയല്ലേ മോൻ്റെ വാവയാണ്, മോൻ നോക്കിക്കോണം എന്നുള്ള രീതിയിൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അവരും എല്ലാത്തിലും പാമ്പർ എടുത്തു കൊടുക്കാനും അമ്മയെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ അവരും കൂടും. അപ്പോൾ അവർക്ക് ദേ ഡോണ്ട് ഫീൽ ലെഫ്റ്റ് ഔട്ട്. ഇപ്പം അമ്മയുടെ അടുത്ത് വേറൊരു വാവ കിടത്തി എന്നെ കിടത്തിയില്ല. സോ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ഓൾസോ അവർ ഇൻക്ലൂഡഡ് ആ എല്ലാ കാര്യത്തിലും. എന്നാൽ അവരുടെ വാവയാന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ദെൻ ദിറ്റ്സ് ഓക്കെ. ലൈക്ക് ഇപ്പം നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്ന ഒന്നാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഒരുപാട് കേസുകൾ വരുന്നുണ്ടാവും പോലെ. ഇപ്പം അത് മാത്രമേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് ബേസിക്കലി എന്താന്ന് പറഞ്ഞാൽ, ശരിക്കും അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ബിക്കോസ് ഡിപ്രഷൻ എന്ന് പറയുന്നതിന് നമ്മളിപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്തും. ഈ മെൻ്റൽ ഹെൽത്ത് നമുക്ക് ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ഒരു പനിയായി അല്ലെങ്കിൽ ഒരു മുഴയായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുറിവായി അത് നമുക്ക് വെളിയിൽ കാണാൻ പറ്റും. ഒരാളുടെ മനസ്സിലെ ചിന്തകൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനകത്തുള്ള സെറട്ടോണിൻ, ഡോപ്പമിൻ അങ്ങനെയുള്ള പല കെമിക്കൽസാണ്. ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഈ എല്ലാവരും ഈ ഡിപ്രഷനുള്ളവർ കൂടുതലും വെളിയിലോട്ട് അധികം സംസാരിക്കില്ല. അവരവരുടെ റൂമിലിരുന്ന്, ഇപ്പോൾ എല്ലാവരും മൊബൈൽ
മേഖലയിലാണല്ലോ. അപ്പോൾ എല്ലാവരും അവരവരുടെ ആ ഒരു ഇതിലോട്ട് ഒതുങ്ങിക്കൂടി അങ്ങ് പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ പറയാനോ, ഒന്നാമത്തെ കാര്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് നമുക്ക് എപ്പോഴും ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ നമുക്ക് തുറന്ന് പറയാൻ ആരെങ്കിലും, എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മളെ നമുക്ക് എന്ത് തുറന്ന് പറയാനും ഒരാളുണ്ടെങ്കിൽ തന്നെ അവിടെ തന്നെ പകുതി പ്രശ്നം തീരും. അപ്പോൾ നമ്മളിപ്പോഴത്തെ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയാൻ കാരണം, ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ദേഹത്ത് ഒത്തിരി ഹോർമോൺസ് ഉണ്ട് വിച്ച് വിൽ സപ്പോർട്ട് ദ പ്രഗ്നൻസി. ഡെലിവറി കഴിയുമ്പോഴേക്കും അതെല്ലാം അങ്ങ് വെയിൻ ഓഫ് ചെയ്യും. അത് വെയിൻ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഒന്നാമത്തെ കാര്യം, ബേബി വന്നു കഴിയുമ്പോൾ ബാക്കി ചുറ്റുമുള്ളവരെല്ലാം ബേബിയുടെ പുറകെ പോകും. അപ്പോൾ അമ്മയ്ക്ക് പോകുന്ന ഇമ്പോർട്ടൻസ് കുറയും. അപ്പം പിന്നെ അതുകൂടാതെ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, കൊച്ചെഴുന്നേൽക്കുമ്പോൾ കരയുന്നു, അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ഉറക്കം കിട്ടില്ല. പക്ഷെ നല്ലൊരു ഫാമിലി സപ്പോർട്ട് നമുക്ക് ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ഫാമിലിയുടെ സൈഡിൽ നിന്നും ഒക്കെ നല്ല ഒരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അത് എന്നിട്ടും ഇത് മാറുന്നില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ട് ഡിപ്രഷൻ എന്ന് പറയുന്ന സംഗതി ഹാസ് ടു ബി ട്രീറ്റഡ്. ഇവരുടെ ഉള്ളിൽ എന്താ നടക്കുന്നത് നമുക്കറിയാത്തതുകൊണ്ട് പെട്ടെന്നാണ് സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെ ഒരു ചെറിയൊരു ഇതുപോലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മളത് അതൊരു ഫേസാണ്, അത് മാറിക്കോളും. അത് ഈ ഹോർമോണൽ ഇഷ്യൂസും കൊണ്ടുള്ള ഫേസാണ്. ആ ഒരു ഫേസ് ടൈഡ് ഓവർ ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ സൈക്യാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ ആദ്യം നമ്മൾ സൈക്കോളജി കൗൺസിലിംഗ് നടത്തി നോക്കും. അതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ട് മരുന്ന് എടുക്കേണ്ട സിറ്റുവേഷനാണ്. എന്നുവെച്ചാൽ ആളുണ്ടെങ്കിലേ ബാക്കി കാര്യങ്ങളുള്ളൂ. അവരെന്തെങ്കിലും മണ്ടത്തരം ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഉറപ്പായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പൊതുവേ നമ്മൾ കേൾക്കുന്നത് കുട്ടികളോട് തന്നെ ഇഷ്ടമില്ലാതാവുന്നൊരു ഇത് ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നു. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതെ. കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള പേഷ്യൻസ് വരാറുണ്ട് ഞങ്ങൾക്ക്. ബേബിയെ ഫീഡ് ചെയ്യില്ല, ബേബിയോടൊരു സ്നേഹം കാണിക്കുന്നില്ല, എപ്പോഴും ഭയങ്കര മൂടിയായിരിക്കും, എപ്പോഴും ഭയങ്കര ദേഷ്യമായിരിക്കും എല്ലാവരുടെ അടുത്തും. അപ്പോൾ അതിൻ്റെയൊക്കെ അത് അവരുടെ കുഴപ്പമായിരിക്കില്ല, ചിലപ്പോൾ അവരോട് എന്തെങ്കിലും പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടും ആവാം. ഈ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതിങ്ങനെ അവിടെ ഉള്ളിൽ കിടന്നിങ്ങനെ പുകയുന്നുണ്ടാവും. അതിൻ്റെ മുകളിലോട്ടാണ് ഈ ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഈ അകത്ത് പുകഞ്ഞുകൊണ്ടിരുന്ന സാധനം അവസാനം ഒരു വോൾക്കാനോ എത്തി പൊട്ടി തെറിക്കുന്നോടം വരെ വെയിറ്റ് ചെയ്യാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അപ്പം ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ അതാണ് എപ്പോഴും നല്ലത്. ഇപ്പം ഇതേമാതിരി തന്നെ ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കൃത്യമായ ഒരു കൗൺസിലിംഗ് ഇല്ല എങ്കിലാണ് ഇത്തരം സാധ്യതകൾ കൂടുതൽ. അതെ. നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോഴും എപ്പോഴും ഞാനൊക്കെ മാക്സിമം ടൈം പേഷ്യൻസിനോട് സംസാരിക്കാൻ നോക്കും. എസ്പെഷ്യലി അമ്മയും ഭർത്താവും ഒന്നും ഇല്ലാത്ത സമയത്ത്, നമ്മൾ ഈ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരോടും ചോദിക്കും, എന്താ അമ്മമാരെ കൂടെ ഇരുത്താത്ത, ഡോക്ടർ എന്താ കൂടെ ഇരുത്താത്ത? എന്നാന്ന് വെച്ചാൽ ആ സമയത്തായിരിക്കും അവരെന്തെങ്കിലും എന്നോട് പറയുന്നത്. ബിക്കോസ് എനിക്ക് ആ ടൈം, പേഴ്സണൽ ടൈം വിത്ത് മൈ പേഷ്യൻ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഭർത്താവും അമ്മയും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇവരൊന്നും ഓപ്പൺ അപ്പ് ചെയ്യില്ല. അപ്പോൾ എനിക്ക് ആ സമയത്ത് മോളെ സുഖമാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ടൈമിലാണ് എന്നോട് ഒത്തിരി കാര്യങ്ങൾ പലരെയും ഷെയർ ചെയ്യാറ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇലയും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പയ്യെ ഭർത്താക്കന്മാരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾ ഇച്ചിരി ഒരു ടെൻഡർ ലവിങ് കെയർ കൊടുക്കേണ്ട സമയമാണ്, ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ്, അപ്പോൾ നിങ്ങൾ വളരെ സ്നേഹത്തോടെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കുറേയൊക്കെ അവർക്ക് മനസ്സിലാവും. പക്ഷേ ചിലർ അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി അനുസരിച്ചാണ്. പക്ഷേ ഞാൻ പറയുന്നത് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഡോക്ടറോട് സംസാരിച്ചാൽ തന്നെ തീരും. നമുക്ക് ഒത്തിരി അഡ്വൈസ് കൊടുക്കാം. എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച ഡോക്ടറെ വന്നേ, പക്ഷേ ഡോക്ടറെ അടുത്ത് സംസാരിച്ചപ്പം ഒത്തിരി പോസിറ്റീവ് എനർജി കിട്ടുന്നു എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. ദെൻ ഐ കൺസിഡർ ദാറ്റ് ആസ് എ ഹ്യൂജ് ബ്ലെസ്സിങ്. ഈ സ്കാനിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്ര സ്കാനാണ് ഒരു തുടക്കം മുതൽ ഡെലിവറി വരെ ഉള്ള ഒരു? ബേസിക്കലി 3 സ്കാൻസാണ് പറയുന്നത്. ഒന്ന്, നമുക്ക് പ്രഗ്നൻ്റ് ആയി ഒരു 11 to 14 വീക്സ്, 11 to 14 വീക്സിൽ NT സ്കാൻ എന്ന് പറയും. NT സ്കാനിങ്ങിൽ നമുക്ക് കുറേ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ക്രേനിയ എന്നൊക്കെ പറഞ്ഞ് സ്കള്ളേ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ സിൻഡ്രോം, അതെല്ലാം നമുക്ക് NT സ്കാനും ഡബിൾ മാർക്കറും വഴി നമുക്കറിയാൻ പറ്റും.
ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്കാൻ. സെക്കൻഡ് സ്കാനിങ് വരുമ്പോൾ അനോമലി സ്കാനാണ്. അത് പിന്നെ സെക്കൻഡ് ഈ ഓർഗൻസ് എല്ലാം വളർന്നു കഴിയുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ബ്രെയിനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ആ 20 വീക്സിൽ അനോമലി സ്കാൻ, 5th മന്ത് സ്കാൻ ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അത് 4D അനോമലിയാണ് ഏറ്റവും നല്ലത്, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഒപ്പമാണ് നമ്മൾ ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറയുന്നത് ചെയ്ത്, അതും ഇതുപോലെ വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡെലിവറിക്ക് മുമ്പ്, ഡെലിവറിക്ക് ഒരു 38 വീക്സ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മളൊന്ന് ചെയ്തു നോക്കും കൊച്ചിൻ്റെ വളർച്ച എങ്ങനെയുണ്ട്. പിന്നെ ഇതാണ് നോർമൽ പ്രഗ്നൻസിയിലുള്ള സ്കാനിങ്. പക്ഷേ എന്തെങ്കിലും കൂടുതൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതാണ്, അല്ല അവരുടെ വീട്ടിൽ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അടുപ്പിച്ച്, ചിലപ്പോൾ ഗ്രോത്ത് കുറവാണെങ്കിൽ ഇൻ്റർവെൽ ഗ്രോത്ത് നോക്കും. ചിലർക്ക് കുട്ടിക്ക് ചുറ്റുമുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചില കേസ്, അപ്പോൾ ഓരോ നോർമലി ഒരു 3 സ്കാൻസാണ് പറയുന്നത്. ഓരോ പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം അനുസരിച്ച് നമ്മൾ എക്സ്ട്രാ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. നമ്മൾ ചില ആളുകൾക്ക് എനിക്ക് തന്നെ അറിയാവുന്ന കുറേ പേര്, നമ്മൾ വെയിറ്റ് കുറവുള്ള ആളുകളായിരിക്കും, ഈ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ അവർക്ക് വെയിറ്റ് ഉണ്ടാവും, കുട്ടിക്ക് വെയിറ്റ് ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് ശരിക്കും? അത് ഇവർ കഴിക്കുന്ന ഭക്ഷണം ഒരു കോഡ് വഴി, പ്ലാസൻ്റ വഴി, കോഡ് വഴിയാണ് ബേബിക്ക് എത്തുന്നത്. അപ്പോൾ ആ പ്ലാസൻ്റയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ബേബിക്ക് അധികം ന്യൂട്രീഷൻ അകത്തോട്ട് ചെല്ലില്ല. അപ്പോൾ അതാണ് നോർമലി ഒരു പ്രഗ്നൻറ്റ് ലേഡി ഒരു 12 to 15 kgs എങ്കിലും ഇൻക്രീസ് വേണം. അപ്പോൾ ഫസ്റ്റ് 3 months ഒക്കെ നമുക്ക് ചിലപ്പോൾ വോമിറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അടുത്ത ആ സെക്കൻഡ് ട്രൈമിസ്റ്ററിലെങ്കിലും 5 kg വെച്ചെങ്കിലും നമ്മൾ കൂടി വരണം. മൊത്തത്തിൽ ടോട്ടൽ പ്രഗ്നൻസിയുടെ 12 to 15 kgs യു ക്യാൻ റൈസ്. അപ്പോൾ ഈ അമ്മയ്ക്ക് എന്തുകൊണ്ട് അമ്മയ്ക്ക് വണ്ണം വെച്ചാലും ബേബിക്ക് എന്തുകൊണ്ട് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഗ്രോത്ത് സ്കാൻസിൽ നോക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ BP ഉള്ളവരായിരിക്കാം, പ്രഷർ ഉണ്ടെങ്കിൽ കുട്ടിക്ക് കിട്ടുന്ന ബ്ലഡ് ഫ്ലോ കുറയും, ഷുഗർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബേബിക്ക് ഭയങ്കര വെയിറ്റ് കൂടാം, മാക്രോസോമിയ 4 കിലോ 4.5 kg ഉള്ള ബേബീസ് ആവാം. അങ്ങനെ അതോരോ സിറ്റുവേഷൻ എന്താണോ നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ അവർക്ക് ഡയറ്റും അതിനോടൊപ്പം മരുന്നുകളും പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം കാണുന്ന നമ്മൾ പഴയ ആളുകൾ പറയും വൈകുന്നേരം 4 മണിക്ക് ഒരു 4 മണി വെയിൽ കൊള്ളുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ രാവിലത്തെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് അതിനൊന്നും പലർക്കും സമയം കിട്ടത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഉള്ള ആ സമയത്ത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത്? വെയിൽ കൊള്ളുക എന്ന് പറയുന്നത് ഇളം വെയിൽ കൊള്ളുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മളുടെ ദേഹത്ത് വൈറ്റമിൻ ഡി ഉണ്ടാവണമെങ്കിൽ, സൺഷൈൻ വൈറ്റമിൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ലെവലിൽ പറഞ്ഞാൽ 11 to 3 വെയിലാണ് കൊള്ളേണ്ടത്. പൊള്ളിപ്പോകും, നമ്മൾ സൺസ്ട്രോക്ക് അടിക്കും, സൺബേൺ അടിക്കും, അതുപോലത്തെ ചൂടാണ് നമുക്കിപ്പോൾ വരുന്നത്. അപ്പം ഇളം വെയിൽ കൊള്ളുന്നത് എപ്പോഴും നല്ലതാണ്. കുറച്ച് നേരം നമ്മൾ ഓൾവേസ് ഫീൽ ദാറ്റ് ഇച്ചിരി നേച്ചറായിട്ട് നമ്മൾ ഇടപഴകി ജീവിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒത്തിരി രാവിലെ എഴുന്നേറ്റ് ഒരു ഫ്രഷ് എയർ വരിക, ഒന്ന് നടക്കാൻ പോവുക, അതൊക്കെ ഭയങ്കര നമുക്ക് എപ്പോഴും നമ്മൾ ഈ ഭയങ്കര സ്ട്രെസ്ഫുൾ ലൈഫിൽ ഈ സ്ട്രെസ്സ് പോയി കഴിയുമ്പോഴാണ് പല സുഖേടുകളും വരുന്നത്. അപ്പോൾ നമ്മളെ നേച്ചറുമായിട്ടൊന്ന് ഇടപഴകി ഇച്ചിരി ഗാർഡനിങ്ങും കാര്യങ്ങളും ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ യു ഓൾസോ ഫീൽ മെൻ്റലി ഹാപ്പി. അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ 3 മാസത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു അബോർഷനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞ് സേഫ് ആണോ ശരിക്കും? ഓരോ സ്റ്റേജിലും നമ്മൾ കെയർ എടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് 3 months ആണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ ചില കേസസിൽ ഈ സെർവിക്സ്, ഈ യൂട്രസിൻ്റെ മൗത്തിനെയാണ് സെർവിക്സ് എന്ന് പറയുന്നത്, അത് നല്ല രീതിയിൽ അടഞ്ഞിരുന്നാലാണ് ബേബിക്ക് കംഫർട്ടബിളായിട്ട് അവിടെ കിടക്കാൻ പറ്റുള്ളൂ. ചിലർക്ക് സെർവിക്സ് ഇങ്ങനെ ഓപ്പണായി പോകും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്, ഫുഡ് ആൻഡ് എലിവേറ്റഡ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഭാഗം ഒരു ഇഷ്ടിക വെച്ച് പൊക്കി കിടത്തിയിട്ട് ഫുൾ 9 months അങ്ങനെ കിടക്കേണ്ടി വരാറുണ്ട്, സ്റ്റിച്ച് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, അതിപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ റെസ്റ്റ് പറയുന്നത്. നമ്മൾ പ്രഗ്നൻസിയിൽ എല്ലാവർക്കും ഒന്നും റെസ്റ്റ് പറയാറില്ല കേട്ടോ, ഓൺലി അവരുടെ പ്രോബ്ലം എന്താണോ അത് നോക്കിയിട്ട്. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി ടൈമിൽ ചില ആളുകൾക്ക് ഷുഗർ വരുന്നു, തൈറോയിഡ് വരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ വരും. അത് കഴിഞ്ഞ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. എന്തുകൊണ്ടാണ് ശരിക്കും ആ ഒരു സമയത്ത് ഇതൊക്കെ വരുന്നത്? ഷുഗറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നേരത്തെ PCOD ഉള്ളവർക്ക്, ഓക്കെ,
അതുപോലെ തന്നെ ഫാമിലിയിൽ ഹിസ്റ്ററിയിൽ പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ നമുക്ക് ഷുഗറിൻ്റെ ഒരു ഡയബറ്റീസിൻ്റെ നമ്മളുടെ ജീൻസിലാണല്ലോ അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജീനുള്ളവർക്ക് പ്രഗ്നൻസി സമയത്ത് മാത്രം വരുന്ന ഡയബറ്റീസിനെയാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഷുഗറും കാര്യങ്ങളൊക്കെ നല്ല കൺട്രോളിൽ തന്നെ പോയില്ലെങ്കിൽ അത് ബേബിക്ക് ഹാർട്ടിന് പ്രോബ്ലം, ബ്രെയിനിന് പ്രോബ്ലം, കൺജനിറ്റൽ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാക്കാം. അത് ഡയബറ്റീസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഡയബറ്റീസിൽ അങ്ങനെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ എടുക്കാം, അതിൻ്റെ മരുന്നുകളും കാര്യങ്ങളൊക്കെ എടുത്ത് കൺട്രോൾ ചെയ്ത് പോയാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് ആ ഷുഗർ അങ്ങ് മാറും. പക്ഷേ അങ്ങനെ GDM വന്ന ആൾക്കാർക്ക് പിന്നെയും ഡയബറ്റീസ് വരാനുള്ള ടെൻഡൻസി, നേരത്തെ വന്ന് ഡയബറ്റീസ് വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. തൈറോയിഡാണ് നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്. പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ തന്നെ അമ്മയുടെ TSH 2.5 അല്ലെങ്കിൽ കുഞ്ഞിന് മെൻ്റൽ റിട്ടാർഡേഷൻ വരാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ക്രെറ്റിൻ അടിച്ചു നോക്കിയാൽ ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ എന്ന്. അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള കാരണം തന്നെ ഇതാണ്. അത് പക്ഷേ ആദ്യമേ കണ്ടുപിടിച്ച് ആ ഒരു കറക്റ്റ് മരുന്ന് കൊടുത്ത് തൈറോയിഡ് നോർമൽ ലെവലിൽ എത്തിച്ചിട്ട് പ്രഗ്നൻ്റ് ആയ ഒരു കുഴപ്പമുണ്ടാവില്ല കുട്ടിക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്ന് പറയും. എന്നുവെച്ചാൽ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഈ വക കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് പോകണം. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനും പ്രഗ്നൻസി ടൈമിൽ മാത്രം വരുന്ന ഹൈപ്പർ ടെൻഷനാണ് PIH എന്ന് പറയുന്നത്. അതും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ നല്ല കോംപ്ലിക്കേഷൻസ് വരാവുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ അതുപോലെ തന്നെ തൈറോയിഡിനെ കുറിച്ച് പറയുമ്പോൾ തൈറോയിഡ് ഉള്ള ആളുകൾ, ഒരു പേഷ്യൻറ്റിന് പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? തൈറോയിഡിൻ്റെ പ്രോബ്ലം ഡിസോർഡർ എന്ന് പറഞ്ഞ് ഈ തൈറോയിഡിൻ്റെ ഇത് നമുക്കിവിടെ ഒരു ഗ്രന്ഥിയാണ്, ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. T3 T4 എന്ന് പറഞ്ഞ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹോർമോൺസിൻ്റെ മെയിൻ ഫങ്ഷൻ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ മെറ്റബോളിസമാണ്. പലർക്കും അതിൻ്റെ നമുക്ക് ഹാർട്ട് റേറ്റ് അതെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ മൂഡ് സ്വിങ്സ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ അങ്ങനെ വരാം, കോൾഡ് ഇൻടോളറൻസ്, ഹീറ്റ് ഇൻടോളറൻസ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരാം. എപ്പോഴും പ്രഗ്നൻസിക്ക് മുമ്പ് തൈറോയിഡ് നോർമൽ അവസ്ഥയിൽ എത്തിയ ശേഷം മാത്രമേ പ്രഗ്നൻ്റ് ആവുള്ളൂ. അതേപോലെ ഇത് തൈറോയിഡ് ഹോർമോൺ കുറയുമ്പോഴാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. തൈറോയിഡ് ഹോർമോൺ കൂടി വരുന്നതിനെയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇത് ഏതാണെങ്കിലും കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത ശേഷം മാത്രമേ പ്രഗ്നൻ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ്. ഓക്കെ. ഇനിയിപ്പോൾ അതേമാതിരി നമ്മൾ സ്ത്രീകളുടെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ, അതേമാതിരി തന്നെ പുരുഷന്മാരുടെ ഒരു പ്രായം എന്ന് പറയുന്നത് ഏതാണ്? എപ്പോഴും യങ്ങറായിട്ടിരിക്കുമ്പോൾ, മെയിൽ ഓർ ഫീമെയിൽ യങ്ങറായിട്ടിരിക്കുമ്പോൾ പ്രഗ്നൻ്റ് ആവുന്നത് എപ്പോഴും നല്ലത്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു 40s ഒക്കെ എത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു പ്രായമാകുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ് ഇസ് ഈ സ്പേമിൻ്റെ DNA-ക്ക് തന്നെ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അങ്ങനെ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കും. അതുകൂടാതെ തന്നെ അങ്ങനെ ഉണ്ടാകുന്ന ബേബീസ്, ഇപ്പോൾ ഒരു സിമൻ അനാലിസിസ് ചെയ്യുമ്പോൾ അബ്നോർമൽ സ്പേംസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ക്രോമസോമലി അബ്നോർമൽ ആയിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ട് അത് വൈകല്യങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ എപ്പോഴും വെദർ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്ണർ, ദ മോർ യങ്ങർ ദേ ആർ ബെറ്റർ. അതേപോലെ ഈ ഒരു കുഞ്ഞുണ്ടായി, ഫസ്റ്റ് ബേബി ഉണ്ടായി, ചില ആളുകളിൽ ഒരു 4-5 മാസമൊക്കെ കഴിയുമ്പോൾ അടുത്ത പ്രഗ്നൻസിക്കുള്ള സാധ്യത ഉണ്ടാവുന്നു. അങ്ങനത്തെ കേസസ് വരുന്നുണ്ടല്ലോ. അതെത്രമാത്രം ആദ്യത്തെ കുട്ടിക്ക് മതിയായ ഫീഡ് കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നല്ലോ. അതെ. പക്ഷേ നമ്മൾ പറയുന്നത് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ്, ബേബി ഉണ്ടായിക്കഴിഞ്ഞ് നമുക്ക് ചിലർക്ക് ഒരു 1 ഇയറോളം ലാക്ടേഷണൽ അമെനോറിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് ഈ പാല് കൊടുക്കുന്നവർക്ക് പീരീഡ് ആവാതെ നിൽക്കുന്നത് അതൊരു ഫിസിയോളജിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷനാണ്. അത് ദൈവം തമ്പുരാൻ വിധിച്ചിരിക്കുന്നതാണ്. മീൻസ് ലൈക്ക് ഇറ്റ്സ് എ നാച്ചുറൽ വേ. പക്ഷേ ഇത് ശരിക്കും പാല് പ്രോപ്പറായിട്ട് കൊടുക്കുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ വരാതിരിക്കും. പിന്നെ ഓരോരുത്തരുടെ ഹോർമോൺസ് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം. ചിലർക്ക് നേരത്തെ 3 മാസം ആകുമ്പോഴത്തേക്കും പീരീഡ് വരുവാണെങ്കിൽ പിന്നെ നമ്മൾ കെയർഫുൾ ആയിരിക്കുക. ബിക്കോസ് എപ്പോൾ വേണമെങ്കിലും ഓവുലേഷൻ നടക്കാം, എപ്പോൾ വേണമെങ്കിലും പ്രഗ്നൻ്റ് ആവാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോൺട്രസെപ്ഷൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് പോവുക, അതായിരിക്കും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് ഉണ്ടാവുന്ന ആദ്യ ബേബിക്ക് ബേസിക്കലി ഒരു അമ്മ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ആ കുട്ടിക്ക് പിന്നെയും പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ യൂട്രസിനകത്ത് കൺട്രാക്ഷൻസും പ്രോപ്പറും വന്നിട്ട് ഈ കുട്ടി അബോർഷനായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഡെലിവറി പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ഇതെല്ലാം കോൺട്രസെപ്ഷൻ എല്ലാവരോടും പറയുന്നുണ്ട്. നമ്മൾ ഡെലിവറി കഴിഞ്ഞവർക്ക് കോപ്പറ്റീറ്റ് കൊടുത്തു വിടാറുണ്ട്. പിന്നെ അതേപോലെ ഇഞ്ചെക്ഷൻസ് പറയാറുണ്ട്. നമ്മൾ ഏത് പേഷ്യൻ്റ് വന്നാലും
ഈ കോൺട്രസെപ്ഷൻ സ്ഥിരമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവർ ഈ കോപ്പറ്റി ഇടുമ്പോൾ പറയും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് കോപ്പറ്റി ഇട്ടിട്ട് ഭർത്താവിന് തലവേദനയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു മുടന്ത ന്യായം കോപ്പറ്റിയുടെ തലയിലെടുത്ത് വെക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒന്നും കോപ്പറ്റി ഈസ് എ വെരി സേഫ് ഡിവൈസ്. അതങ്ങനെ ഒരു വലിയ പ്രശ്നമില്ല. കോപ്പർട്ടി കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചിലർക്ക് നടുവേദന വരാറുണ്ട്, ചിലർക്ക് അതാ പറയുന്നത്, ചിലർക്ക് പീരീഡ് ടൈമിൽ ഇച്ചിരി കൂടുതൽ ഹെവി ബ്ലീഡിങ് വരാറുണ്ട്. ഇത് ഒരു വലിയ പ്രശ്നമില്ലാതെ പോകുന്ന ഒരു സാധനമാണ് കോപ്പറ്റി. അതിനെന്നാന്ന് വെച്ചാൽ അതിൽ ഹോർമോൺസ് ഇല്ല. മറ്റതിലൊക്കെ ഹോർമോൺസ് ഉണ്ട്. ഹോർമോൺസിന് എപ്പോഴും ചെറിയ രീതിയിൽ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇത് യാതൊരു പ്രശ്നമില്ലാത്തൊരു സാധനം. ഇട്ട് നോക്കിയാലല്ലേ, പരീക്ഷ എഴുതിയാലല്ലേ പാസ്സാവുമെന്ന് അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇട്ട് നോക്കിയാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അങ്ങനെ വലിയ പ്രോബ്ലംസ് ഉണ്ടാവാറില്ല. ഇറ്റ് ഈസ് എ വെരി സേഫ് ഡിവൈസ്. ഓക്കെ, എന്തായാലും ഒരുപാട് നേരമായി നമ്മളിങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ പ്രഗ്നൻസിയെക്കുറിച്ചും ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആവാൻ പോകുന്നവരും പ്രഗ്നൻ്റ് കുട്ടിയുണ്ടായവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.